അതികാലം 5 മണിക്ക് എണീക്ക് ജോലിക്ക് പോവാം. കണ്ണിൽ നിന്ന് ഉറക്കം വിട്ടിട്ടേ ഇല്ല. ട്രെയിനിലിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നു. തൂങ്ങി കയ്യിലിരുന്ന ചായക്കപ്പ് വരെ ഞാൻ താഴെ കളഞ്ഞു കേട്ടോ. ട്രെയിനിലാണെങ്കിൽ വേറെ ആരും ഇല്ലായിരുന്നു. എൻ്റെ പോക്ക് ഫുള്ള് കാലിയായിരുന്നു. അങ്ങനെ ഒരുവിധം ഒരു സ്റ്റേഷനിലെത്തി. എനിക്ക് നല്ല ദൂരമുണ്ട് ട്രാവൽ ചെയ്യുന്നിടത്ത്. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഞാൻ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്തൊരു കാറ്റായിരുന്നു. ഒരു 5 മിനിറ്റൊക്കെ ഞാൻ കാറ്റ് എൻജോയ് ചെയ്തു. നല്ല വൈബൊക്കെ പിടിച്ച് മുടിയൊക്കെ ഇങ്ങനെ പറക്കണതൊക്കെ കണ്ടൊരു റീലൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. പക്ഷേ ഇതിൻ്റെ സത്യത എന്താണെന്നറിയോ? ഇതായിരുന്നു എൻ്റെ സത്യത. തണുത്ത് വിറയ്ക്കായിരുന്നു. രാവിലെ നല്ല തണുത്ത കാറ്റാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഒരു 20 മിനിറ്റ് ഞാൻ അവിടെ തണുപ്പും കൊണ്ടിരുന്നു. ഇരുന്നിരുന്ന് വിറച്ച് അവസാനം മരിക്കുന്ന അവസ്ഥയായപ്പോൾ വേണ്ട ട്രെയിൻ വന്നു. ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോൾ എനിക്കിന്ന് വർക്കുള്ളത് ഞാൻ യൂഷ്വലി ചെയ്യുന്ന കാര്യമല്ല. ഞാൻ ഇടയ്ക്ക് കുറച്ച് വേറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഏർലി മോർണിംഗ് പോകണമായിരുന്നു. 3 ട്രെയിൻ കയറി ഇറങ്ങിയൊക്കെ വേണം പോകാൻ. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ചെന്നു. കുറച്ച് നേരം ജോലി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടയേർഡായി. ഒരു കോഫി കുടിച്ചു. പിന്നെ ഇതേ ഇങ്ങനെ കുറച്ച് ഗാർഡനിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു. കുറച്ച് ഞാനും ചെയ്തു ഈ പരിപാടി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഗാർഡനൊക്കെ കുറേ നേരം നോക്കി. ജോലി അത്യാവശ്യം നല്ല ടയറിങ് ആണ്. അപ്പോൾ പേഷ്യൻ്റ് കെയർ ആണ്. പുള്ളിക്കാരത്തി വയ്യാതെ കിടക്കുവാണെങ്കിലും 10 ആനയുടെ ശക്തിയുണ്ട്. അതാണ് നമ്മൾ ഇത്ര ടയേർഡായി പോകുന്നത്. പിന്നെ പുള്ളിക്കാരുടെ വായിരിക്കുന്നവിടെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഡൗൺ ആകും. പക്ഷേ വയ്യാത്ത ഒരാളല്ലേ നിർത്തി നമ്മളെന്തൊക്കെ വിടും. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ടയേർഡായിട്ടൊരു വിധത്തിൽ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ദൈവദൂതം വരുമല്ലോ. അങ്ങനെ എൻ്റെ ദൈവദൂതയാണ് അപ്പുറത്തിരിക്കുന്നത്. പാവം എന്നെ ഇടയ്ക്ക് വിളിച്ച് ഐഷു നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കഴിച്ചില്ല, ഒന്നുമില്ല വീട്ടിലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫുഡും കൊണ്ടുവന്ന് അന്നദാതാവാണ്. എല്ലാവരെയും വിട്ട് അന്യനാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചോ, നമ്മൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഉള്ളതൊരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിന് നന്ദി.